എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ മറന്നുപോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. എന്നാൽ മറന്നത് കുറച്ചുപേരെ കാണൂ, മറിച്ച് മറക്കാത്തവർ ലക്ഷങ്ങളുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ADM നവീൻ ബാബു പുറത്ത് കാണുമല്ലോ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് കരുതി സുപ്രീം കോടതി വരെ പോയെങ്കിലും അവിടെ ആ വിധവയ്ക്ക് നീതി കിട്ടിയില്ല. പല കോടതികളിൽ കയറി ഇറങ്ങിയെങ്കിലും അവരുടെ ആ ആവലാതിക്ക് ഒരു പരിഹാരവുമില്ലാതെ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയതായിരുന്നു അവസാനം കിട്ടിയ അവരുടെ വിധി. ഇതിൽ ഒരു ചിലർ സന്തോഷിക്കുന്നവരുണ്ട്. അവരുടെ സൗന്ദര്യം കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ അവരുടെ എല്ലാ പവറുകളും ഉപയോഗിച്ച് അതിന് കാരണക്കാരായി സംശയിക്കപ്പെടുന്ന പലരും ഇന്ന് നിർഭയം സന്തോഷിച്ചവർ കഴിയുകയാണ്. അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവർക്കിനി ഇതുപോലെ പലതും ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്നും അവർ ധരിക്കുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ ദുരഹമരണത്തിൽ സങ്കടപ്പെടുന്ന ലക്ഷം ആൾക്കാരോടൊപ്പം കണ്ണുനീര് ദിവസവും ഒഴുക്കുന്ന ആ പ്രിയപത്നിയുടെയും 2 കുട്ടികളുടെയും കണ്ണുനീർ, ഇതെല്ലാം ചേർക്കുമ്പോൾ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന ലാവായെക്കാളും ശക്തിയുള്ളതായിരിക്കുമെന്ന് ഈ മനുഷ്യനെ അകപ്പെടുത്തി കൊന്നവർ വിചാരിച്ച് കാണില്ല. ബട്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ ജന്മാന്തരങ്ങളിൽ വരെയും ആ ശാപം നിലനിൽക്കും. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റിയില്ല. അവരുടെ മുഖപ്രസരിപ്പ് പബ്ലിക്ക് കാണണമെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി പുട്ടി അടിച്ച് എങ്കിൽ മാത്രമേ അതൊരു സൗന്ദര്യമുള്ള മുഖമായി മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെ ആസ്വദിപ്പിച്ച് നടന്നവർക്ക് എന്നും ആ സൗന്ദര്യം നിലനിർത്താൻ പറ്റില്ല. ഒരിക്കൽ ഒട്ടിയ കവിളും മാറിപ്പോകുന്ന ആ മുഖപ്രസാദവും എല്ലാം ഒരിക്കലുണ്ടാകും, അതിൻ്റെ ഉടമയാകും. ഇതിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മരിക്കുമ്പോൾ ആ മൃതശരീരത്തിൻ്റെ അടുത്തുപോലും നിൽക്കാൻ വയ്യാത്ത രീതിയിൽ വമിക്കുന്ന ദുർഗന്ധം പിടിച്ച ഒരു ശരീരവുമായിട്ടാണ് അവർ അന്ത്യശ്വാസം വലിക്കപ്പെടുന്നത്. അതിന് യാതൊരു ഡൗട്ടുമില്ല. ഇന്നിവർക്ക് മണിപ്പവർ കാണും, പാർട്ടി പവർ കാണും. ആരാണോ ഇതിൽ ഇടപെട്ടിട്ടുള്ളത് അവർക്കറിയാം. ഇനി എത്ര മൈതാന പ്രസംഗം നടത്തിയാലും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്താലും, അവസാനം ഇതിനെല്ലാം വിധി കൽപ്പിക്കുന്ന ഒരു കോടതിയുണ്ട്. അത് സെക്ഷൻ കോടതിയോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കോടതി. ആ കോടതിയിൽ ഇഞ്ചിഞ്ചായിട്ട് എണ്ണി ചോദിക്കും. അതിന് ശിക്ഷ അനുഭവിച്ചേ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. ആ ദൈവം, ആ സുപ്രീം കോടതി ഓൾമൈറ്റി കൊടുക്കുന്ന ആ കോടതി വിധിയിൽ ജീവപര്യന്തം തടവായിരിക്കില്ല, ഒരിക്കലുമല്ല. ജയിൽ ശിക്ഷ ആയിരിക്കില്ല, ഒന്നുമായിരിക്കില്ല. അവർക്ക് കിട്ടുന്ന ശിക്ഷ പുഴുവരിച്ചരിച്ച് ചീഞ്ഞ് നാറി വേദന സഹിച്ച് ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു മരണമായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. 100% ഇതിൻ്റെയൊക്കെ അവസാനങ്ങൾ അതായിരിക്കും. കാരണം ഒരു പച്ച മനുഷ്യൻ വധിക്കപ്പെട്ടു. അദ്ദേഹം യാതൊരു രീതിയിലും യാതൊരു മനുഷ്യനെ ഉപദ്രവിക്കാതെ തൻ്റെ കർമ്മം നല്ല രീതിയിൽ നടത്തിയതിന് ഫലം കിട്ടിയത് അദ്ദേഹത്തിന് ഒരു കയറിൽ കെട്ടിത്തൂക്കി. അതിവിശദമായി ഒന്ന് അന്വേഷിച്ചാൽ വളരെയധികം കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യമുള്ളൂ. പക്ഷേ അതിനാരും മുൻകൈ എടുത്തില്ല. അവിടെയാണ് പിശാചുക്കൾ ആ മരണപ്പെട്ട വീട്ടിൽ പോയപ്പോഴും കണ്ണുനീരും
പൊള്ളയായ വാഗ്ദാനവും നൽകി അവസാനം ആ സ്ത്രീയെയും 2 കുട്ടികളെയും പറ്റിച്ചു, വഞ്ചിച്ചു, തകർത്തു. അവരെന്നും കണ്ണുനീരിലാണ് കഴിയുന്നത്. ആ കണ്ണുനീരിന് ആർക്കും ഒരു സമാധാനം കൊടുക്കില്ല. കണ്ണീരിന് കിട്ടും ആൾമൈറ്റി, മുകളിലിരിക്കുന്ന ഈശ്വരൻ എന്നുള്ള ആ പ്രപഞ്ചശക്തി ഇവനെയും, അതിൽ ഏതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ആ ശിക്ഷ ഏറ്റു വാങ്ങിക്കൊണ്ടായിരിക്കും ഓരോ നിമിഷങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. പക്ഷേ പുറത്ത് കാണിക്കില്ല. ഇവനൊക്കെ ഉറങ്ങണം. അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും മയക്കുമരുന്നോ മദ്യമോ ഇല്ലാതെ ഇതുങ്ങൾക്കൊന്നും ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റില്ല. കാര്യം പിശാചികൾ ഇങ്ങനെ വരും. പിശാചുക്കൾ വന്നിങ്ങനെ നിങ്ങളെ വട്ടമിട്ട് കറക്കും. സമാധാനം കാണില്ല. കോടി കാണുമായിരിക്കും, പലതും ചെയ്യാമായിരിക്കും. അങ്ങേയറ്റം ഈ ഭരണപക്ഷത്തിൻ്റെ അങ്ങ് അറ്റത്തുള്ള തലതൊട്ടപ്പാപ്പന്മാരെ പിന്നിലുണ്ടാകും. നീ എന്ത് പോക്കൃത്തരം കാണിച്ചോ, എല്ലാത്തിനും കൂട്ടിയിരിക്കുന്നവന്മാർ ഒരുത്തനും അവസാനം കാണത്തില്ല. ഒരുത്തനും ഒരുത്തികളും, ഒരു സ്ത്രീയും ഒരു പുരുഷനും തകർന്ന് തരിപ്പണത്തിൻ്റെ, അതായത് ചിതളതിരിക്കും. അത് ഇതിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ഒരു 5 ജന്മങ്ങൾ കാത്തിരിക്കും. ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. ആ പാവം മനുഷ്യൻ ഇന്ന് സ്വർഗത്തിരുന്ന് കാണുന്നുണ്ട്. ആരെന്തൊക്കെ ചെയ്യുന്നറിയാം. അദ്ദേഹത്തിന് ഒരു മനുഷ്യനായി വന്ന് ജനിച്ച് നമ്മുടെ സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയില്ല. ഇന്നും ആ പാവം പിടിച്ച ആ വിധവയും ആ 2 പിള്ളേരും അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്നു. അവരൊന്ന് സമാശ്വസിപ്പിക്കാൻ ഇന്ന് അവരുടെ ചുറ്റും ആരുമില്ല. അന്ന് ആ ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി ധൃതി കാട്ടിയ കുറേ പിശാചുക്കളുണ്ടല്ലോ. പിശാച് വരുന്ന വിഡ്ഢിവേഷം കെട്ടി മനുഷ്യനെ വിഡ്ഢിയാക്കാൻ വേണ്ടി വന്നു നിന്ന കുറേ മനുഷ്യത്വമില്ലായ്മയിലെ ജന്മങ്ങൾ. ആ ജന്മങ്ങൾ ഇന്നും ഈ ലോകത്തുണ്ട്. അവൻ്റെയൊക്കെ അവസാനങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. വെറും പറ്റിപ്പും പൊള്ളവാക്കും കൊണ്ട് മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്ന ഒരു വർഗം. കുറച്ച് പേർ മറന്നു കാണും. പക്ഷേ അതിൽ കൂടുതലും ജനങ്ങൾ അവരെ മറക്കാത്തവരാണ്. നേരുന്നു ആ ഭാര്യയ്ക്ക്, ആ വിധവയായ അവർക്കും അവരുടെ 2 മക്കൾക്കും സമാധാനത്തിൻ്റെ കിരണങ്ങൾ അവരിൽ ഉണ്ടാകട്ടെ. അവർക്ക് ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ആ കുടുംബത്തിലും അവരിലും ഉണ്ടായിരിക്കും. അവരുടെ ആ വിധവയായ സ്ത്രീയോടും ആ കുഞ്ഞുങ്ങളോടും ഈ കാട്ടാളന്മാർ കാട്ടിക്കൂട്ടിയതിനു വേണ്ടി നമ്മൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം തരട്ടെ. നിങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ട 2 കുട്ടികളും ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഭാര്യയും എത്ര മാനസിക പ്രയാസത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് ജനലക്ഷങ്ങൾക്കറിയാം. പക്ഷേ കാലന്മാർക്കറിയില്ല. അവരെ തകർത്ത് ആ കുടുംബത്തെ തകർക്കാൻ, ആ മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഏത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും അവരുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അവരേത് രീതിയിലാണ് അവരുടെ അന്ത്യമെന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ചീഞ്ഞ് നാറിയ ഒരു ശരീരവുമായി, ദുർഗന്ധം പിടിക്കുന്ന ഒരു ശരീരവുമായിട്ട് മാത്രമേ അവർ മരിക്കുകയുള്ളൂ. അത് നമുക്ക് കാണാം. ഇതുപോലെയുള്ള പല കഥകളുമുണ്ട്. നവീൻ ബാബു മാത്രമല്ല, അങ്ങനെ പല ബാബുമാരെയും കൊന്നടുക്കിയ കഥകൾ നമുക്ക് ഓർക്കാനുണ്ട്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാർ.